കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഒരു തിരക്കഥയാണ്. ഇതിന് പിന്നെ കൃത്യമായൊരു സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പാർട്ടി വിടാനുള്ള കാരണം? ആരാണ് ഇയാൾക്ക് പണം എത്തിച്ചു കൊടുത്തത്? ഇയാൾ ആർക്ക് വേണ്ടി? BJP നിന്നപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിച്ചതിനാണ് അദ്ദേഹത്തിന് നടപടി എടുത്തു എന്നൊക്കെ ഒരു വാചകം ഞാൻ കണ്ടു. അയാൾ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു സംസാരിച്ചത്? നമ്മൾ ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന് വിളിക്കുന്ന അല്ല, ഈ മട്ടാഞ്ചേരി മാഫിയ സിനിമ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ തെളിയിക്കുക വലിയ വലിയ വെളിപ്പെടുത്തലുകളാണ്. നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥി അയച്ചിരുന്നു ശ്രീ സന്ദീപ് വാചസ്പതി, BJP സംസ്ഥാന വക്താവ്. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. താങ്ക് യു സർ. താങ്കൾ മറുനാടൻ്റെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ്, അതും ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ, ആദ്യം തന്നെ അതിനൊരു പ്രത്യേകമായിട്ട് നമ്മൾ ഒരു സ്വാഗതം അർഹിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും പാലക്കാട് ജനങ്ങൾ വിധി രേഖപ്പെടുത്താനായിട്ട് ഇനി ശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. BJP സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളും പ്രാധാന്യമൊക്കെ ഉള്ളൊരു മണ്ഡലമാണ് പാലക്കാട്. എങ്ങനെ BJPയുടെ സാധ്യതകളെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? BJPയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി തന്നെ പാലക്കാട് ഏറെ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ BJPയുടെ ഒരു ഫേവററ്റ് പട്ടികയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു പ്രകടനം കൊണ്ട്, വോട്ടിൻ്റെ എണ്ണം കൊണ്ട് ഒക്കെ മേൽക്കൈ നേടിയൊരു മണ്ഡലമായിരുന്നു പാലക്കാട്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യമായിട്ടൊരു മുനിസിപ്പാലിറ്റി പാലക്കാട്ടിലാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് പരമ്പരാഗതമായി ഈ പറയുന്ന സംഘത്തിനും സംഘപരിവാര പ്രസ്ഥാനങ്ങൾക്കും ഭാരതീയ ജനസംഘ കാലഘട്ടം മുതലുള്ള BJPക്കുമൊക്കെ ശക്തമായ അടിവേരുകളുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ നമുക്കറിയുന്നത് പോലെ കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ BJP ജയിക്കരുത് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി കാലാകാലങ്ങളിൽ രണ്ട് മുന്നണികളും തമ്മിൽ നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് BJP അവിടെ ജയിക്കാതെ പോയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും BJPയുടെ കോർ വോട്ട്, അടിസ്ഥാന വോട്ട്, ഞങ്ങളുടെ ഒരു മാസ് ബേസ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആ വോട്ടിൻ്റെ എണ്ണം പരിശോധിച്ചാലും അറിയാം. പക്ഷേ ഇത്തവണയൊക്കെ വരുമ്പോഴേക്കും നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയം മാറിയതനുസരിച്ച് സംസ്ഥാന രാഷ്ട്രീയവും വലിയ രീതിയിൽ ഒരു മാറ്റത്തിന് വിധേയമായി. കേരളത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിലൊരു MP ഉണ്ടാകുന്നു. അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ. പിന്നെ ഇത്തവണത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയാമെങ്കിൽ അദ്ദേഹമാണ്. ഈ 3 സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും ലോക്കൽ ബോയ് എന്ന് പറയാവുന്നത് നമ്മുടെ കൃഷ്ണകുമാർജി മാത്രമാണ്. കാരണം അദ്ദേഹത്തിന് പാലക്കാട്ടുകാരുടെ മുന്നിൽ ഒരു മുഖവിരയുടെ ആവശ്യമില്ല. പാലക്കാട്ടുകാർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യവുമില്ല. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽ പാലക്കാട്ടിൻ്റെ മണ്ണിൽ ചൂടുറപ്പിച്ച് നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അതുമാത്രമല്ല, BJP ആദ്യമായി പാലക്കാട്ട് നഗരസഭയുടെ ഭരണം പിടിക്കും. അദ്ദേഹം ജില്ലയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു. 10-18 വർഷമായി കൗൺസിലറായി ഇരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും BJPയെ സംബന്ധിച്ച് മികച്ച സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഫീൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മികച്ച ജയസാധ്യതയാണ് അവിടെ ഉള്ളത്. തീർച്ചയായും 23-ാം തീയതി BJP വിജയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് BJPയുടെ ഒരു വോട്ടിംഗ് ശതമാനം പാലക്കാട് മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ ക്രമാനുഗതമായി വർധനവുണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ചില സ്പാർക്കിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ക്രമാനുഗതമായി, ഇപ്പോൾ ശ്രീ ശോഭാ സുരേന്ദ്രൻ അവർ വരുമ്പോൾ വോട്ടിംഗ് വിഹിതത്തിൽ ഗണ്യമായ വർധനവ് വരുന്നു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ സാറാണ് മത്സരിച്ചത്. അദ്ദേഹം വന്നപ്പോൾ ജയത്തിന് തുല്യമായൊരു പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവസാന നിമിഷം വരെയും ആ ഒരു സസ്പെൻസ് നിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഇക്കുറി വീണ്ടും കൃഷ്ണകുമാറിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ പാലക്കാട് സുപരിചിതനാണ്, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച നേതാവാണ്. എന്നിരുന്നാൽ പോലും ചില വിലയിരുത്തലുകൾ വരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറി ശ്രീധരൻ സാറിന് ലഭിച്ച അത്രയും വോട്ട്, ഒരു പൊതു സ്വീകാര്യത ഇദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിൽ ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. യോജിക്കുന്നു? ഇല്ല, അങ്ങനെയല്ല. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ജനറൽ ഇലക്ഷൻ്റെ ഒരു ട്രെൻഡായിരുന്നു അത്. ഇത്തവണ അങ്ങനെയല്ല. കാരണം കഴിഞ്ഞ ജനറൽ ഇലക്ഷന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് വലിയ മുന്നേറ്റം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതേ കൃഷ്ണകുമാർജിയാണോ മത്സരിച്ചത് എന്ന് മാത്രമല്ല, ഇതൊരു ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് നിൽക്കുന്ന ഒരു നറേറ്റീവാണ്. അവിടെ ഇടതുപക്ഷം എന്നുള്ളത് തീർത്തും അപ്രസക്തമാണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. സത്യത്തിൽ അവരാണ് അവിടുത്തെ ഡിസൈഡിങ് ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൻ്റെ പെർസെൻറ്റേജാണ് ആര് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ അവർ കൃത്യമായി വോട്ട് മറിച്ചാൽ, അവർ കൃത്യമായി അവരുടെ വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് ഫലം മറിയും. അതല്ലാതെ ശ്രീ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പോൾ സ്വാഭാവികമായി ഒരു പ്രാദേശിക നേതാവ് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും പ്രാദേശിക തലത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുണ്ട്. അത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് മാസീവായി അദ്ദേഹത്തോടൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ, അല്ലെ കൃഷ്ണകുമാറിനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങനെയുള്ള യാതൊരു ഫാക്ടറും അവിടെ ഇല്ല. 1. 2, പാലക്കാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്ക് പറയാം, അതൊരു വരുത്തി വെച്ച തെരഞ്ഞെടുപ്പാണ്.
ഷാഫി പറമ്പിൽ. അപ്പോൾ സ്വാഭാവികമായും പാലക്കാട് ജനത വോട്ട് ചെയ്ത ഒരു സ്ഥാനാർത്ഥി അവരെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയതിൻ്റെ ഒരു അമർഷമുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ നടന്ന ഒരു മൈനോറിറ്റിയുടെ കൺസോളിഡേഷൻ നമുക്കത് കാണാതെ പോകാൻ പറ്റില്ല. ആ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ കൊണ്ട് മാത്രം കടന്നുകൂടുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായി ഇത്തവണ ഞങ്ങൾ ആ ഫാക്ടേഴ്സിനെയൊക്കെ മറികടക്കാൻ ആവശ്യമായ ഹോംവർക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ഷാഫി ജയിച്ചതോടുകൂടി ഞങ്ങൾ തുടങ്ങിയതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 5-8 മാസം അല്ല ഒരു 6 മാസക്കാലത്തെ ദീർഘമായ ഒരു തയ്യാറെടുപ്പുണ്ട്. പിന്നെ അതുമാത്രമല്ല അതൊരു ജനറൽ ഇലക്ഷൻ്റെ ലോക്സഭാ ഇലക്ഷൻ്റെ കണ്ടിന്യൂഷനായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നു പോരുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടറോ ഇൻറ്റേർണൽ ഫാക്ടറോ ഞങ്ങൾ തോൽക്കും എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല. അത് 50-50 എന്ന് പറയുന്ന സാധ്യതയിൽ തന്നെയാണുള്ളത്. സ്വാഭാവികമായും അത് ഞങ്ങൾ 50 എന്നുള്ളത് 51% എത്തുമ്പോൾ ഞങ്ങൾ ജയിക്കും. മനസ്സിലായി. ഇപ്പോൾ താങ്കൾ സി കൃഷ്ണകുമാറിൻ്റെ ജയസാധ്യതകളെക്കുറിച്ച് താങ്കൾ പറയുന്നു. അതിനോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളുടെ ഒരു മികവിനെയും കൂടെ നിങ്ങൾ എങ്ങനെ അസസ് ചെയ്യുന്നു? BJP കാൻഡിഡേറ്റ് ശ്രീ കൃഷ്ണകുമാറിനെ അംഗീകരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാണ് എന്ന് അവകാശപ്പെടുമ്പോഴും മറുഭാഗത്തുള്ള കാൻഡിഡേറ്റ്സും നിസ്സാരക്കാരല്ല. ഇപ്പോൾ UDF കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ P. സരിൻ അദ്ദേഹമാണ് LDF കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നത്. ഇവരുടെ എന്താ പറയുക, ഇവരുടെ ഒരു സാധ്യതയെ എങ്ങനെ കാണുന്നു? ഇവർ തീരെ മോശക്കാരാണെന്ന് പറയാൻ സാധിക്കുമോ? അല്ല, ഒരിക്കലുമില്ല. നമ്മളങ്ങനെ സ്ഥാനാർത്ഥികളെ ഒന്നും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തലിന് വ്യക്തിപരമായി എനിക്കും താല്പര്യമില്ല. അത് മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. അവിടെ 3 വ്യക്തികളൊന്നും അല്ല പോരാടുന്നത്, 3 ആദർശമാണ്, അല്ലെങ്കിൽ 2 ആദർശങ്ങളാണ് പോരാടുന്നതെന്ന് പറയാം. സരിനായാലും രാഹുലായാലും ഒരേ ആദർശത്തിൻ്റെ വക്താക്കന്മാരെ രണ്ടുപേരുടെയും കോമൺ ഒബ്ജക്റ്റീവ് BJP തോൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഞാൻ പറയുന്നു BJP വേഴ്സസ് കോൺഗ്രസ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന തരത്തിലാണ് അവിടെ മത്സരം. അതല്ലാതെ മറ്റൊരു മത്സരമില്ല. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ വ്യക്തിപരമായ ചില വിലയിരുത്തലുകൾ നടത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ കഴിഞ്ഞകാല രാഷ്ട്രീയം കൂടെ ചർച്ചയാകും. സ്വാഭാവികമായി എങ്ങനെയാണ് അദ്ദേഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മാറുന്നത്, ഒറ്റ സുപ്രഭാതം കൊണ്ട് എങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മാറുന്നു എന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? അപ്പം ഈ സ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ടിക്കറ്റിന് വേണ്ടി മറുകണ്ഠം ചാടി വളരെ പെട്ടെന്ന് വരുമ്പോൾ ഇടതുപക്ഷ ക്യാമ്പ് അദ്ദേഹത്തെ അംഗീകരിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ തീർച്ചയായും ഒരു ക്രോസ് വോട്ടിംഗ് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നും സ്വാഭാവികമായും ഇപ്പോഴുള്ള സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള അമർഷം BJPക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇതേ സാഹചര്യം UDF ക്യാമ്പിലുണ്ട്. അതൊരു കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ആരാണ് അദ്ദേഹത്തിൻ്റെ നോമിനി? ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ BJP ദേശീയ തലത്തിൽ തന്നെ പോരാടുന്നത് ഈ ഒരു കുടുംബാധിപത്യത്തിനെതിരെയാണ്, ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരെയാണ് ഞങ്ങളുടെ ഒരു പോരാട്ടം. ആ പോരാട്ടം ഇവിടെയും വ്യാപിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. എങ്ങനെയാണ് നിലവിലും പാലക്കാടിനെ ഉപേക്ഷിച്ചു പോയ സ്ഥാനാർത്ഥി, അദ്ദേഹം പറയുന്ന ആളെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. KPCC ഇത് ഞങ്ങൾ പറഞ്ഞില്ല, KPCC അധ്യക്ഷൻ പറഞ്ഞതാണ് അല്ലേ. ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ് രാഹുൽ എന്ന് പറഞ്ഞത് ശ്രീമാൻ K. സുധാകരനാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് എത്ര കോൺഗ്രസ്സുകാരോട് അംഗീകരിക്കുന്നുണ്ട്? അപ്പം സ്വാഭാവികമായും പിന്നെ നമ്മൾ ഈ ആൾക്കൂട്ടം കണ്ടിട്ട് വിലയിരുത്താൻ പറ്റില്ല. ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ അവിടെയുണ്ട്. അല്ലാതെ കലാശക്കൊട്ടിലെ ആൾക്കാരെ കണ്ടു, സ്ക്വാഡ് ഇറങ്ങാൻ കൂടുതൽ ആൾക്കാരുണ്ടായി, പ്രകടനത്തിന് കൂടുതൽ ആൾക്കാരുണ്ട്, ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഇതൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റ് തെരഞ്ഞെടുപ്പുകൾ ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രവർത്തകരും അവിടേക്ക് എത്തുന്നുണ്ട്. അതെല്ലാ പാർട്ടിക്കും എത്തുന്നുണ്ട്. അതൊന്നുമല്ല അവിടുത്തെ ഘടകം. അവിടുത്തെ ഘടകം തീർച്ചയായും പാലക്കാടിനോട് മുന്നണികൾ മാറി മാറി ചെയ്തിട്ടുള്ള ദ്രോഹത്തെ പറ്റിയാണ്. നമുക്കറിയാം പാലക്കാടിൻ്റെ റിയൽ ഇഷ്യൂസ് ഉണ്ട്. ആരെങ്കിലും അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ ഞങ്ങൾ മുൻപോട്ടേക്ക് വെക്കാൻ ഉദ്ദേശിച്ചത് പാലക്കാടൻ ജീവിതമായിരുന്നു. പക്ഷേ ഇവരൊക്കെ വളരെ പെരിഫറലായിട്ടുള്ള വിഷയങ്ങൾ, ജനങ്ങളെ നേരിട്ട് ഒരു രീതിയിലും ബാധിക്കാത്ത വിഷയങ്ങളിലേക്കാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. അവർക്ക് നീറുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഞങ്ങൾ ചോദിക്കുന്നു, പാലക്കാട്ടെ നെൽകർഷകരുടെ അവസ്ഥ എന്താ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാടെന്നാണ്. ഇന്ന് പാലക്കാട് നെല്ലുണ്ടോ? പാലക്കാട് ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി, ഭൂഗർഭജലത്തിലുണ്ടാകുന്ന ശോഷണത്തെപ്പറ്റി, കുടിവെള്ളമില്ലായ്മയെപ്പറ്റി, അവിടുത്തെ അഗ്രഹാരങ്ങൾ അടക്കമുള്ള സാംസ്കാരികമായ പൈതൃകം ഒരു ഹെറിറ്റേജ് നഗരമാക്കി മാറ്റാനുള്ള എല്ലാ യോഗ്യതയുമുള്ള സ്ഥലമാണ് പാലക്കാട്. ആ പാലക്കാടിൻ്റെ ആ സാംസ്കാരിക തലത്തിലുള്ള ശോഷണത്തെപ്പറ്റി, അതിർത്തി ജില്ലയാണ് പാലക്കാട്. സ്വാഭാവികമായും നിങ്ങൾക്കറിയാം, ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ വന്നാൽ, ഒരു നാഷണൽ ഹൈവേ വന്നാൽ വാളയാർ അവിടെ വരുമ്പോൾ സ്റ്റോപ്പ് ആവുകയാണ്, ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ നിൽക്കുകയാണ്. എന്തുകൊണ്ട് പാലക്കാട്ടേക്ക് വരുന്നില്ല? പാലക്കാട്ട് കഞ്ചിക്കോട്ടൊരു വ്യവസായ ഇതുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ?
അവിടെയുള്ള സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താണ്? പാലക്കാട് ഒരു IIT അനുവദിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ അവസ്ഥ? സ്വന്തമായ ഒരു കെട്ടിടത്തിലേക്ക് ഒരു അടുത്താണ് മാറാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പാലക്കാടിനെ സംബന്ധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇതൊന്നും ആർക്കും ചർച്ചയില്ല. മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ ജില്ലയുടെ, ഇപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹാർട്ട് ഓഫ് ദ ഡിസ്ട്രിക്റ്റാണ് പാലക്കാട്, അതാണല്ലോ സെൻട്രൽ പോയിന്റ് ആണല്ലോ. അപ്പം സ്വാഭാവികമായി പാലക്കാട് മണ്ഡലം എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയെ പറ്റി ചിന്തിക്കേണ്ടി വരും. പാലക്കാട് ജില്ലയ്ക്ക് എത്ര വിഷയങ്ങളാണ് ഉള്ളത്, അതൊന്നും ചർച്ച ചെയ്യാൻ രണ്ട് മുന്നണികൾക്കും തയ്യാറല്ല, അവർക്ക് താല്പര്യമില്ല. പക്ഷെ അതിലേക്ക് കൊണ്ടുവരണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. മനസ്സിലായത്. നിങ്ങളുടെ വികസന അജണ്ട എന്താണെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ BJP കുറിച്ച് എപ്പോഴും പറയുമ്പോൾ പലപ്പോഴും പറയുന്നൊരു തമാശയ്ക്കാണെങ്കിൽ പോലും മാധ്യമപ്രവർത്തകരും ചില സാമൂഹ്യ നിരീക്ഷകരൊക്കെ പറയും സന്ദീപ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് BJP നേതാക്കന്മാരെ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. അതിൽ ഒരു സന്ദീപ് താങ്കളാണ്, സന്ദീപ് വാചസ്പതി. മറുഭാഗത്ത് നിൽക്കുന്നത് സന്ദീപ് വാര്യർ, അല്ലെങ്കിൽ നിന്നിരുന്നത് സന്ദീപ് വാര്യർ ആയിരുന്നു. ഇന്ന് അദ്ദേഹം BJPയോടൊപ്പമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം ഇവിടെ പറയാനുള്ള കാരണം അദ്ദേഹം പാലക്കാട് നിന്നുള്ള BJPയുടെ ഒരു പ്രമുഖ നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. ഇത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന തരത്തിലൊക്കെ ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. യോജിക്കുന്നു, വിയോജിക്കുന്നു? അല്ല, എനിക്കതിനകത്ത് ഒരാളൊരു പാർട്ടി വിട്ടു പോകുക എന്നൊക്കെ ഉള്ളത് അയാളുടെ വ്യക്തിപരമായ ചോയ്സ് തന്നെയാണ്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ഈ പാർട്ടിയിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തി പോകുമ്പോഴും നമുക്ക് വിഷമമാണ്. അത് ഏതൊരാൾ പോയാലും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയാലും, വ്യക്തിപരമായി നമുക്ക് സുഹൃത്തിനെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് വിഷമം തോന്നുന്നത്? ആ സുഹൃത്ത് പോയതുകൊണ്ട് നാളെ നമ്മുടെ ജീവിതം കീഴ്മേൽ മറിയുമെന്നത് കൊണ്ടൊന്നുമല്ല, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലായിരിക്കും. പക്ഷേ എങ്കിലും നമുക്കൊരു സുഹൃത്തിനെ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകും. അങ്ങനെ ഒരു സംഘടനാ തലത്തിലും അങ്ങനെയാണ്, സ്വാഭാവികമാണത്. പക്ഷെ അതുകൊണ്ടത് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ അങ്ങ് ബാധിച്ചു കളയും എന്ന് പറയാനുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. അങ്ങനെയൊന്നും ബാധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ പാലക്കാടൻ രാഷ്ട്രീയത്തെ, കേരള രാഷ്ട്രീയത്തെ അടിമുടി സ്വാധീനിച്ച വ്യക്തിയൊന്നുമല്ല അദ്ദേഹം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പാലക്കാട് ബേസായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു നേതാവാണ്. അപ്പോൾ കുറഞ്ഞപക്ഷം ജനങ്ങൾക്ക് പലർക്കും അദ്ദേഹം സുപരിചിതനാണ്. അപ്പോൾ അദ്ദേഹം BJPയിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കില്ലേ? അല്ല, നറേറ്റീവുകൾ സൃഷ്ടിക്കലല്ലോ യാഥാർത്ഥ്യം. നറേറ്റീവുകളൊക്കെ സൃഷ്ടിക്കാൻ ആരെ കൊണ്ട് സാധിക്കും? വോട്ടർമാരെ സ്വാധീനിക്കാം. അല്ലാതെ പറഞ്ഞ ഈ നറേറ്റീവ് അല്ല, യാഥാർത്ഥ്യം തിരിച്ചറിയുമല്ലോ നമ്മൾ. അത് നമ്മളെപ്പോഴും ഈ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. വോട്ടർമാർ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവരങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുന്നതിന് 1,00,000 ലൈക്ക് കിട്ടി, 10,000 ഷെയർ കിട്ടി, അതൊന്നും അല്ലല്ലോ പൊതുജനങ്ങളുടെ അഭിപ്രായം. അത് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് അല്ലേ? ആ നമ്മളുടെ ആശയത്തോട് യോജിക്കുന്നവർ, അല്ലെങ്കിൽ അത് വായിച്ചപ്പോൾ കൊള്ളാമെന്ന് തോന്നി, അവനെ യാതൊരു ഛേദമില്ലാത്ത ഒരു ലൈക്ക് ക്ലിക്ക് ചെയ്തു എന്നത് കൊണ്ട് നമ്മൾ പറയുന്നതിന് എല്ലാത്തിനും എൻഡോഴ്സ് ചെയ്യണമെന്നൊന്നുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിട്ട് എപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ രാജ്യത്ത് പറയാൻ BJP മാത്രമേ ഉള്ളൂ. ഇന്ന് രാജ്യത്ത് പിളരാത്ത ഏക പാർട്ടി BJP അല്ലേ? മനസ്സിലായി. നെടുകെ പിളരാത്ത ഏക പാർട്ടി ആരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് പോയിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തി പോയതുകൊണ്ട് അണികൾ മുഴുവൻ അങ്ങോട്ടേക്കും അങ്ങനെയുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത അണികളല്ല BJPയുടേത്. മനസ്സിലായി. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ സന്ദീപ് വാര്യർ തന്നെ അദ്ദേഹം BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അഗ്രസീവായി പൊളിറ്റിക്കലി അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നതിന് ശബരിമല വിഷയത്തോട് അനുബന്ധിച്ചാണ്. ആ സമയത്ത് ചാനൽ ചർച്ചകളിലൊക്കെ BJPയുടെ വക്താവായി, BJPയുടെ മുഖമായി നിറഞ്ഞു നിൽക്കുകയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരുടെ അവരുടെ വിഷൻ അത് എൻഡോസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും നിലപാടെടുക്കുകയും ഒരു പരിധിവരെ ആക്രോശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു നേതാവാണ് ശ്രീ സന്ദീപ് വാര്യർ. പക്ഷേ ഇന്ന് അദ്ദേഹം മറുകണ്ഠം ചാടിയതിനു ശേഷം അദ്ദേഹം ഇതേ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്നു. BJP എന്ന് പറയുന്നത് വെറുപ്പിൻ്റെ കടയാണ് തുറന്നു വെച്ചിരിക്കുന്നതെന്നും കോൺഗ്രസിലേക്ക് പോയതോടുകൂടി താൻ സ്നേഹത്തിൻ്റെ കടയുടെ ഭാഗമായെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കത്തില്ല. ഇന്നലെ വരെ പറഞ്ഞിരുന്ന സന്ദീപ് വാര്യർ, BJPക്ക് ഒപ്പം നിന്നിരുന്ന വാര്യർ തിരികെ പറയുമ്പോൾ ദർ ഇസ് സംതിങ് എന്നവർ സംശയിച്ചാൽ അവർ കുറ്റം പറയാൻ സാധിക്കുമോ? അങ്ങനെയല്ല, അതിനെ തിരിച്ചാണ് കാണേണ്ടത്. അവർ അദ്ദേഹത്തെ മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ പൊതുജനം വിലയിരുത്തുന്നത് അങ്ങനെയാണ്. വാര്യർ ഒരു കള്ളനാണയമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും. കാരണം ഇന്നലെ വരെ പറഞ്ഞത്, ഞാൻ ആത്മാർത്ഥതയില്ലാതെയാണ് പറഞ്ഞത്, അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞില്ലേ? പക്ഷെ അത് പാർട്ടിയുടെ വാക്കുകളാണെന്നും പറയുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഒരു പ്രായപൂർത്തിയില്ലാത്ത ഒരാളാണോ? എനിക്ക് അങ്ങനെ പറ്റുമോ? എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയുന്നു, സ്വാഭാവികമായിട്ടും അത് എൻ്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് അതിനകത്തൊരു സോളില്ല എങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ? മനസ്സിലായി. അതൊരു കാപട്യമല്ലേ? അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞില്ല, അത് ജനം മനസ്സിലാക്കുക. ആ ഇരട്ടത്താപ്പിന് അത് ഇരട്ടത്താപ്പല്ലേ? ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം മലയാളം അറിയാത്ത ആളായിരുന്നു. ഏതോ അന്യഭാഷയിൽ എഴുതി കൊടുത്തത് അർത്ഥം അറിയാതിരുന്ന് വായിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുകയായിരുന്നു. അത് അയാളുടെ നിലപാടാണ് സർ. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ആദർശവുമായി അല്ലെങ്കിൽ ഐഡിയോളജിയുമായി താതാത്മ്യം പ്രാപിക്കാത്ത ഒരു വിഷയം വന്നിരുന്ന് എൻഡോഴ്സ് ചെയ്യാൻ എങ്ങനെ സാധിക്കും?
അല്ലെങ്കിൽ നമുക്ക് മാനസികമായി അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, പണ്ട് പിണറായി വിജയൻ പറഞ്ഞാൽ തല പരിശോധിക്കേണ്ടി വരും. അബ്നോർമൽ ആയിരിക്കണം. അല്ലാതെ പറയാൻ പറ്റുമോ? എനിക്ക് എന്താ പറയുന്നത്, ബോധ്യമെന്ന് തോന്നാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ പറയും നിങ്ങളുടെ അടുത്ത്? ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനം അതാണല്ലോ. അവനവന് ബോധ്യമുള്ള കാര്യങ്ങളാണല്ലോ അവനവൻ പറയുക. അല്ലാത്തവരെ നമ്മൾ വിളിക്കുന്നത് പേര് വേറെയാണ്. ആ പേരിന് അർഹനാണോ എന്ന് അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരം ഇരട്ടത്താപ്പ് ജനങ്ങളല്ലേ തിരിച്ചറിയേണ്ടത്. അയാൾ പറയുന്നു ഞാൻ ഇന്നലെ വരെ പാർട്ടിയുടെ നാവായി നിന്നു, പക്ഷേ ആ പറഞ്ഞ ഒന്നും ഞാനല്ല എന്ന് പറഞ്ഞ ഒന്നിലൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാകണം. അല്ലെങ്കിൽ ബേസിക്കലി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇരട്ടത്താപ്പുകാരനാണ്. മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പിനെ അങ്ങനെ തന്നെ കാണാം. അല്ലെങ്കിൽ അത് ആ ഒരു അനുമാനത്തിൽ തന്നെ നിൽക്കുമ്പോഴും താങ്കൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. അതായത് ഒരാൾ ഏത് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കണം, എന്ത് രാഷ്ട്രീയം സ്വീകരിക്കണം എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ ചോയ്സാണ്. ഇവിടെ വാര്യർ അദ്ദേഹത്തിൻ്റെതായ ഒരു ചോയ്സ് എടുത്തു, അതിനെ മാനിക്കുന്നു, അദ്ദേഹം ആ വഴിക്ക് പോകട്ടെ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും വാര്യർ പോയതിനു ശേഷം BJP കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു പ്രൊപ്പഗണ്ട അദ്ദേഹത്തിനെതിരായിട്ട് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വാര്യർ ഒരു കള്ളനാണയമാണ്, അദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള നിരോധിത സംഘടനകളുടെ വക്താവായിരുന്നു, അവരുടെ ഏജന്റായിട്ട് BJP ചതിക്കാനായിട്ട് കൂടെ നിൽക്കുകയായിരുന്നു എന്ന തരത്തിൽ പോലും ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റുള്ളവർ പറയുന്നതല്ല, BJPയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാട്സാപ്പ് സന്ദേശങ്ങളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു ഇരട്ടത്താപ്പ് BJPയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ RSSൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കില്ലേ? നമ്മോടൊപ്പം നിന്നപ്പോൾ പരിശുദ്ധനായി, മറുകണ്ഠം ചാടിയപ്പോൾ അയാൾ അവിശുദ്ധനായി. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നി BJP കേന്ദ്രങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ എഴുതുന്ന BJP അനുഭാവികളായുള്ള ആൾക്കാർ എഴുതിയിരിക്കുക. BJPയുടെ ആസ് എ പാർട്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ വളരെ മാന്യമായ നിലപാടല്ലേ സ്വീകരിച്ചത്. അദ്ദേഹം പുറത്തു പോകാനുണ്ടായ സാഹചര്യം ഞങ്ങൾ പുറത്ത് പറയുന്നില്ല. ഞങ്ങൾ CPIMകാർ പറഞ്ഞതുപോലെ അയാൾ പുറത്തു പോയതോടുകൂടി അയാളുടെ വ്യക്തിപരമായ ചാരിത്രത്തെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. അയാളുടെ സംഘടനാപരമായ ചാരിത്രത്തെപ്പറ്റി ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അയാൾ ഈ സംഘടനയ്ക്കുള്ള ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ചെയ്തിട്ടുള്ള കുഴപ്പങ്ങളെപ്പറ്റി ഞങ്ങൾ ആരോടും പുറത്ത് പറഞ്ഞിട്ടില്ല. അത് പുറത്തു പറയേണ്ടതില്ല എന്നാണ് സംഘടനാ തീരുമാനം. അല്ലാതെ ഞങ്ങൾ അങ്ങനെ അയാളെ വ്യക്തിപരമായി ഒന്നുമില്ല. ഇതൊക്കെ തികച്ചും ഞാനതാ പറഞ്ഞത്, രാഷ്ട്രീയത്തിലാണ്. രാഷ്ട്രീയമായിട്ട് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർത്താ സമ്മേളനം ഞാൻ കണ്ടു. എനിക്കതിനത് പലതും കോൺട്രഡിക്ടറി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികം നിങ്ങൾ മുമ്പ് പറഞ്ഞാൽ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞതുപോലെ നായവേഷം കെട്ടിയാൽ കുരയ്ക്കേണ്ടി വരുമായിരിക്കും അവിടെ ചെന്നിട്ട്. ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട് ആരോടും ഞങ്ങളുടെ പാർട്ടി ഇന്നത് പറയണം എന്ന് ഇന്നേ വരെ ഡിക്റ്റേറ്റ് ചെയ്യാത്തൊരു പാർട്ടിയാണ് BJP. കാരണം ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന കൺവിക്ഷൻസ് എൻ്റെ പാർട്ടിയുടേതാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. മനസ്സിലായി. കാരണം അതെൻ്റെ ഐഡിയോളജിയിൽ എൻ്റെ കൺവിക്ഷനാണ്. അപ്പം നമ്മളെപ്പോഴും പറയുന്നു ഇഫ് യു ആർ ഇൻ ഡൗട്ട് ബാക്ക് ടു യുവർ ബേസിക്സ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നിങ്ങളുടെ ബേസിക്സ് കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് ബോധ്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? എൻ്റെ അടിസ്ഥാനം ഉറയ്ക്കുമ്പോഴാണ്. അതല്ലാതെ ആ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല, ഞാൻ അന്നത്തെ സാഹചര്യം അങ്ങനെയൊന്നും ഞങ്ങളാരും പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തന്നെയാണ്. ആ പാർട്ടിയുടെ നിലപാടിൽ ഇന്നേ വരെ ഞങ്ങളോട് ആരോടും പാർട്ടി പറഞ്ഞു തന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ഈ ആക്കത്തിലും തൂക്കത്തിലും സംസാരിക്കണം, നിങ്ങൾ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കണം. ഞങ്ങളാരും പ്രചരിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ പ്രകാരം അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമാണ് എങ്കിൽ പാർട്ടിയുടെ വക്താക്കന്മാരായ ഞങ്ങളെല്ലാവരും പറയേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫയൽ, ഒരു ലൈബ്രറി വിഷ്വൽ ഞങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ? ഞങ്ങളാരെങ്കിലും ഇയാൾ പറഞ്ഞ ആക്കത്തിലും തൂക്കത്തിലും സംസാരിച്ചിട്ടുണ്ടോ? അക്കം തൂക്കം ഇൻ ദ സെൻസ് അതിനകത്തെ ആവേശത്തിൻ്റെയോ കണ്ടൻറ്റിൻ്റെ വിഷയത്തിലല്ല. അങ്ങ് പറഞ്ഞതുപോലെ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. പാർട്ടി നിലപാടാണെന്നല്ല അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ നിലപാടല്ല, പാർട്ടിയുടേതായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ സന്ദീപ് വാചസ്പതി പറയണം. അദ്ദേഹത്തോടൊപ്പം തന്നെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുള്ള ഒരാളാണ് ഞാൻ. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറയണം, MG രമേശ് പറയണം, K സുരേന്ദ്രൻ പറയണം, ശോഭാ സുരേന്ദ്രൻ പറയണം, S സുരേഷ് പറയണം. ഞങ്ങളൊക്കെയാണ് ചാനൽ ചർച്ചയിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ. ഇവരാരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതുമാത്രം എൻ്റെ അല്ല? കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചെല്ലുന്നിടത്തെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് പലതും പറയേണ്ടതുണ്ടാകാം. അത് അയാളുടെ ഗതികേടാണ്. ആ ഗതികേടനുസരിച്ച് അദ്ദേഹം ജീവിച്ചുകൊള്ളട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിൽ പറയാൻ. ഇദ്ദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി. ഇന്നൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം. പക്ഷേ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളൊരു തിയറി കേൾക്കുന്നു. ഇദ്ദേഹം RSS നേതൃത്വത്തെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്പ്രസ് ഇവിടെ നടത്തിയതായിട്ട് BJP വക്താക്കളിൽ തന്നെ ചിലർ ഓഫ് റെക്കോർഡ്സ് ആയാൽ പോലും പറയുന്നുണ്ട്. താങ്കൾ അത്തരത്തിൽ എന്തെങ്കിലും സംഗതി കേട്ടിരുന്നോ? അങ്ങനെയാണ് സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അങ്ങനെയാണ്. ഇതിനകത്തൊരു തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയുണ്ട്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ളൊരു BJPയുടെ നേതാവാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. ഞാൻ ഇപ്പോൾ BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അയൽവക്കത്ത് ധാരാളം CPMകാരുണ്ട്.
ഞാൻ എൻ്റെ നാട്ടിൽ ഒരു 10-35 വർഷമായിട്ട് ഞാൻ ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ബി ജെ പിയുടെ ചുമതലയിലേക്ക് വന്നിട്ട് 10-15-12 വർഷമാകുന്നുള്ളൂ എങ്കിലും ഞാൻ RSSൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. എനിക്ക് അവിടെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരെയും CPIMകാരെയും എല്ലാവരുമായും അറിയുന്നു. കാര്യം അയൽവക്കക്കാരും നാട്ടുകാരും ഒന്നില്ല, എല്ലാവരെയും അറിയാം. പക്ഷെ ഞാൻ നാളെ എന്തെങ്കിലും BJPയുമായി ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായ ഉടനെ തന്നെ പെട്ടെന്ന് ഞാൻ ഇവരെയൊക്കെ തള്ളി പറഞ്ഞ് അവരെനിക്ക് ചേട്ടന്മാരും എന്താണ് പറയുന്നത് ബാലേട്ടനും രാജേഷ് ഏട്ടനും എൻ്റെ കുടുംബ സുഹൃത്തും ഒക്കെ ആകുന്ന സിനാരിയോ എങ്ങനെ ഉണ്ടാകും? ഒന്ന്, എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? അതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല. അതിൻ്റെ പിന്നിൽ ഒരു ട്രിഗർ ഉണ്ട്. ആ ട്രിഗർ ഇവിടെ നിന്നുണ്ടായി. കാരണം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇദ്ദേഹം നിങ്ങൾ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ പോയി എന്ന് പറയുന്നു. ഇതൊക്കെ മാധ്യമ വാർത്തകൾ തന്നെയാണ്, മാധ്യമ വാർത്തകളാണ്. അയാൾ ബാംഗ്ലൂരിൽ പോയി എന്ന് പറയുന്നത് ഒരാൾ സംസാരിക്കുന്നത് ഞാൻ കേട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കോയമ്പത്തൂരായിരുന്നു ഞങ്ങൾക്ക് സൗകര്യമുണ്ട്, കോയമ്പത്തൂരിൽ വിളിച്ചു വരുത്തി സംസാരിച്ച് ആയിക്കോട്ടെ, രഹസ്യമായ ചർച്ചകളൊക്കെ നടത്താം. അതിനൊന്നും ആർക്കും ഇവിടെ ഒരു എതിരഭിപ്രായമോ അല്ലെങ്കിൽ വിലക്കോ ഒന്നുമില്ല. പക്ഷേ അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ എന്താ പറയുന്നത് അങ്ങനെ ആയിരുന്നു ആ പോക്ക്. ഇതൊന്നും ഞങ്ങൾക്ക് ആ പാർട്ടിയിലെ പലർക്കും ഇതേപ്പറ്റി അറിവുണ്ടായിരുന്നു. വാര്യർ ഇന്നല്ലെങ്കിൽ നാളെ മറുകണ്ഠം ചാടുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. തീർച്ചയായും അങ്ങനെ വേണം അനുമാനിക്കാൻ. കാര്യം ഞങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനു മാറ്റി നിർത്തിയ കൃത്യമായ കാരണം ഞാനിപ്പോൾ പറയുന്നില്ല. കാര്യം അത് പറയേണ്ടത് പ്രസിഡൻ്റാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് പറയുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ആ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാറ്റി നിർത്തിയിരുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും എന്താ പറയുന്നത് എന്താ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് ആ വാർത്താ സമ്മേളനത്തിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? എന്താണ് അദ്ദേഹത്തിൻ്റെ അസംതൃപ്തി തുടങ്ങുന്നത്? പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടം പിന്നിട്ടപ്പോഴാണ്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയ സമയത്തോ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്തോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്തോ ഒന്നും മിണ്ടിയിട്ടില്ല. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ശ്രീ കൃഷ്ണകുമാറിനോട് വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങുക പോലും ചെയ്തു. അത് നിങ്ങൾ കണ്ടിരുന്നോ? ശ്രീ കൃഷ്ണകുമാർ ആദ്യം എന്താണ് ഇതേവള് പറഞ്ഞത്? ശ്രീ കൃഷ്ണകുമാറെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയായിരുന്നു പോരാട്ടമാണ് ആദ്യം പറഞ്ഞത്, അല്ലേ? കൃഷ്ണകുമാർ ആയിരുന്നില്ല സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന് പറഞ്ഞ ആൾ അതിന് 3 ദിവസം മുമ്പ് സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനത്തിന് പോയിരുന്നു. അപ്പോൾ എന്തിനാണത് പോയത്? സ്ഥാനാർത്ഥിയാക്കിയത് ഇഷ്ടമല്ലെങ്കിൽ വീട്ടിലിരിക്കണം. എന്തിനാണ് പോയത്? അപ്പോൾ അദ്ദേഹം കൃഷ്ണകുമാരോടൊപ്പം സ്ഥാനാർത്ഥിയായിട്ട് പോയിട്ടുണ്ട്. അപ്പം കൃഷ്ണകുമാരുടെ സ്ഥാനാർത്ഥിയാക്കിയതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം, മറ്റെന്തുമായിരുന്നു. 2, അദ്ദേഹം പറഞ്ഞത് ഇവിടെ സ്ഥാനാർത്ഥിയാകേണ്ടിയ ശോഭാ സുരേന്ദ്രനോ ശ്രീ കെ സുരേന്ദ്രനോ മത്സരിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ എന്ന് പറഞ്ഞ ആൾ പാർട്ടി വിടുന്ന വാർത്താ സമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? കെ സുരേന്ദ്രൻ മൂലമാണ് ഞാൻ പാർട്ടി വിടുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ പരസ്പര വിരുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ അദ്ദേഹം തന്നെ ഖണ്ഡിക്കുകയാണ്. അല്ലാതെ അതാ ഞാൻ പറഞ്ഞത്, ഇതൊന്നും ജനങ്ങൾക്ക് കൺവിൻസിങ് അല്ല. ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനൊരു അനുരണനം ഉണ്ടാകാത്തത്. ഇതിന് നമ്മൾ പറയുന്നത് ഒരു നമ്മളെന്താ പറയുന്നത്, ഒരു വെള്ളത്തിലേക്ക് ഒരു കല്ലിടുമ്പോൾ അതിനൊരു അനുരണനം ഉണ്ടാകും, റിപ്പർക്കഷൻ ഉണ്ടാകുന്നത്. അതൊന്നുമില്ല. എന്തുകൊണ്ട് അതുണ്ടാകാത്തതിന് കാരണം ജനത്തിനറിയാം. ഹൂ ഈസ് ഹൂ എന്നുള്ളത് വളരെ കൃത്യമായി പാലക്കാടുകാർക്ക് അറിയാം. അവരുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ ഇത്. 10-11 വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും അവരുടെ കൺമുമ്പിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് കൃത്യമായി ഇതേപ്പറ്റി ബോധ്യമുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ വാര്യർ അപ്പുറത്തേക്ക് പോയെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് നിഗൂഢമാണ്, അത് തെളിയേണ്ടിയിരിക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹം പറയുന്നു കടൽ, ആന, മോഹൻലാൽ, ഇപ്പോൾ കെ മുരളീധരൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട നേതാക്കന്മാർ, അല്ലെങ്കിൽ ഇവരൊക്കെയാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സംഗതികൾ എന്ന് അദ്ദേഹം പറയുന്നു. എന്ത് തോന്നുന്നു? ഞാനെന്താ അതിനെപ്പറ്റി പറയാം? നമ്മളതിനെ ശുദ്ധ മലയാളത്തിൽ അതിനൊരു പ്രയോഗം ഉണ്ടല്ലോ, ഞാനതിവിടെ പ്രയോഗിക്കുന്നില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? അത് വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ആരെയും വിളിക്കുമല്ലോ, ഇനി നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം നീട്ടി വിളിക്കും ഇനിയും, അങ്ങനെയാണല്ലോ. ഞാനത് അറിയാം. അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ഞാനത് പറഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു ആത്മവഞ്ചന എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ആത്മവഞ്ചന തോന്നാത്തതിൻ്റെ കാരണം എന്താ? ഉളുപ്പില്ല അല്ല, ഇവിടെ നിൽക്കുമ്പോൾ അയാൾ ഈ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ബോധ്യമായിട്ടുള്ളതുകൊണ്ട്. അതായത് അയാൾ BJP പാളയത്തിൽ നിന്നപ്പോൾ ഒറ്റുകാരനായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ അതുകൊണ്ടായിരിക്കുമല്ലോ ആത്മവഞ്ചന തോന്നാത്തതിന് കാരണം എന്താ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പറ്റുമോ? ഇപ്പം താങ്കൾ ഇപ്പോൾ അദ്ദേഹത്ത് പാർട്ടി മാറുന്ന ആദർശം മാറുന്നതിനെ പറ്റി ചോദിച്ചാൽ അയാൾ തിരിച്ചു ചോദിച്ചത് എന്താണ്? മാധ്യമപ്രവർത്തകർ സ്ഥാപനം മാറുന്നില്ല എന്നാണ് ചോദിച്ചത്. അത്രയ്ക്കേ ഉള്ളൂ. മാധ്യമപ്രവർത്തകർ ഒരു പണിയാണ് എടുക്കുന്നത്, തൊഴിലിടമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ കരുതിയിട്ടുള്ളതെന്നില്ല എൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് ഇതൊരു തൊഴിലിടം മാത്രമായിരുന്നു BJP, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊലിപ്പുറത്ത് പോലും ഇതൊന്നും ഏശിയിട്ടുണ്ടായിരുന്നില്ല. അതാ ഞാൻ പറയാം. അപ്പം പറയുന്നതിനകത്ത് ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളാണ് പറഞ്ഞത്.
അല്ല എങ്കിൽ ഉത്തമ ബോധ്യമുണ്ട്, ഞാൻ ആർക്കു വേണ്ടി പണിയെടുക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടാണ് അദ്ദേഹം ഇവിടെ നിന്നും പണിയെടുത്തത്. അതുകൊണ്ടാണല്ലോ ഇരുട്ടി വെളുക്കാൻ പോലും നിന്നില്ലല്ലോ. അരമണിക്കൂർ കൊണ്ട് മാറ്റി പറയണമെങ്കിൽ നമുക്കൊക്കെ മനസാക്ഷി കുത്ത് എന്ന് പറയുന്നൊരു സാമാന്യ മനുഷ്യനുള്ള സാധനമാണ്. അതില്ലാതെ വന്നിരുന്നു എങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ജനം പറയട്ടെ. ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിവരം, അത് RSS കേന്ദ്രങ്ങളിൽ എന്ന് തന്നെ ആധികാരികമായിട്ടോ അതിൻ്റെ ഔദ്യോഗിക വക്താക്കൾ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സൂചനകൾ അനുസരിച്ചിട്ട് ഇതിന് പിന്നിൽ, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രവേശത്തിന് പിന്നിൽ കോടികളുടെ സാമ്പത്തിക ഇടപാട് പോലും നടന്നതായി പറയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വിവരം BJPക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ല, കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ പിന്നിൽ, അതാ ഞാൻ പറഞ്ഞത്, അതിൻ്റെ പിന്നിൽ വലിയൊരു ഇതൊരു എന്താ പറയുന്നത്, കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഒരു തിരക്കഥയാണ്. ഇതിന് പിന്നിൽ കൃത്യമായൊരു സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പാർട്ടി വിടാനുള്ള കാരണം? അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞു? കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ കാരണമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ആ കാരണം? കാരണം ഇനിയും കടക്കേണ്ടിയിരിക്കുന്നു. പാർട്ടിയിൽ തുടർച്ചയായി നേരിട്ട അവഗണന, എന്താണ് ഒതുക്കൽ, വെട്ടിനിരത്തൽ, ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ശരി, അദ്ദേഹം ഈ ഇന്നലെ വരെ വിശ്വസിച്ച ഒരു പ്രസ്ഥാനത്തെ വിട്ടുപോകുന്ന ആ ജംഗ്ഷറിൽ പറയാൻ പറ്റാത്ത കാര്യം ഇനി എന്നാ പറയുന്നത്? സോ അന്നേരമാണല്ലോ, മാനസിക വിഷമം കൊണ്ടാണല്ലോ വിട്ടുപോയത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ താൽക്കാലിക ബ്രേക്ക് ഇട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ട് മറ്റെല്ലാം വിളിച്ചു പറയാമെങ്കിൽ ഇത് മാത്രം പറയാനാണ് ബുദ്ധിമുട്ട്. എന്തിനാണ് വിട്ടുപോയതിന്റെ കാരണം പറഞ്ഞു? കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതാണെന്ന് ആദ്യം പറഞ്ഞു. കൃഷ്ണകുമാർ ചതിയനാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കൺവെൻഷനിൽ സീറ്റ് കിട്ടിയില്ല, അമ്മ മരിച്ചപ്പോൾ ചെന്നില്ല. ഇതൊക്കെയല്ലേ അദ്ദേഹത്തിൻ്റെ കാരണം. അപ്പോൾ അതും ആദർശവും തമ്മിൽ എന്താണ് ബന്ധം? എനിക്ക് ഞാൻ ഇതൊരു കേൾക്കുന്ന പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്, ഇതും ആദർശവും തമ്മിൽ എന്താ ബന്ധം? എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒരാൾ വന്നില്ല, അതുകൊണ്ട് നരേന്ദ്രമോദി മോശക്കാരനായി. എനിക്ക് കൺവെൻഷനിൽ സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് BJP വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് മാറി. എന്നെ പാർട്ടിയിൽ ഒതുക്കുകയാണ്, അതുകൊണ്ട് ഇന്നലെ വരെ ഈ പാർട്ടിയിൽ ഞാൻ പറഞ്ഞൊന്നും എൻ്റെ അഭിപ്രായമല്ല. അതാ ഞാൻ പറഞ്ഞത്, അതൊരു സെൽഫ് കോൺട്രഡിക്ടറി ആണ് സ്റ്റേറ്റ്മെൻറ്റുകൾ മുഴുവൻ. മനസ്സിലായി. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് BJP എങ്കിൽ BJPയുടെ മാതൃസംഘടനയായ RSSനെ പറ്റി അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ BJPയെക്കാട്ടിൽ വലിയ പ്രസ്ഥാനമാണല്ലോ RSS. ഐ മീൻ വലുത് ഇൻ ദ സെൻസ് ഇതിനെക്കാട്ടി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് RSS എന്നാണല്ലോ എല്ലാവരും ഇപ്പോൾ ഈ പോയ മന്യനടക്കം പറഞ്ഞു വരത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്തിനാണ് ആ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തു എന്നൊക്കെ പറയുന്നത്? അപ്പോൾ അമ്മയെ തള്ളി പറയുകയാണോ? മനസ്സിലാവില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ ആളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുക, മനസ്സിലായി. അപ്പുറത്ത് ചെല്ലുമ്പോൾ അതിനെ മുഴുവൻ വിഴുങ്ങുക. നമ്മളതിനെ മലയാളത്തിൽ ഈ ഛർദ്ദിച്ചത് വിഴുങ്ങുക എന്ന് പറയും. മനസ്സിലായി. ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളെ തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. അദ്ദേഹം പോയത് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹം കളിക്കുന്നത് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം, ആ രീതിയിൽ കാണാം, മാറ്റി നിർത്താം. പക്ഷേ പാലക്കാട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അവിടെ സജീവ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യം താങ്കൾ നേരത്തെ കുറേയധികം പാലക്കാടിൻ്റെ വികസന മുരടിപ്പിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു ഹോട്ട് കേക്കായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു സജീവമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് വഖഫ് വിവാദം. ഇത് പാലക്കാട്ടത്തെ ഹൈന്ദവ വോട്ടർമാർക്കിടയിൽ കൃത്യമായൊരു ധ്രുവീകരണത്തിന് സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. താങ്കൾ യോജിക്കുന്നു, വിയോജിക്കുന്നു? അല്ല, വഖഫ് ഹൈന്ദവരെ മാത്രം ബാധിക്കുന്ന ഇഷ്യൂ അല്ലല്ലോ. ഈ രാഷ്ട്രീയ പാലക്കാട്ടത്തെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും അല്ലെങ്കിൽ ഒരുപക്ഷെ നിർണായക ശക്തി എന്ന് പറയുന്നത് ഹൈന്ദവർ ആയതുകൊണ്ട് അവരെ കൂടുതലായി സ്വാധീനിച്ചു എന്ന് മാത്രം പറയുന്നു. സാധാരണ മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് വഖഫ്. നമ്മൾ ആ വഖഫിനെ ഇതെന്തോ ഒരു ഹിന്ദു മുസ്ലിം ഇഷ്യൂ അല്ലെങ്കിൽ മുസ്ലിം വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി അല്ല, അത് മുസ്ലിംസിനെ ബാധിക്കുന്ന വിഷയം. ആരാണ് വഖഫിൻ്റെ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം 9 ലക്ഷം ഏക്കർ വഖഫ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ 9 ലക്ഷം ഏക്കർ ഭൂമിയും കൈകാര്യം ചെയ്യുന്നത് 200 ആൾക്കാരാണ്. അവരാണോ ഈ രാജ്യത്തെ 18, 19 അല്ലെങ്കിൽ 20% വരുന്ന മുസ്ലിങ്ങളുടെ കസ്റ്റോഡിയൻസ്? അവരാണോ? അല്ല. യാതൊരു ജനാധിപത്യവും വഖഫ് ബോർഡിലില്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് എൻ്റെയർ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പോലും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. സ്ത്രീ പ്രാതിനിധ്യമില്ല. എന്താണ് പറയുന്നത്, നമ്മളുടെ സൂഫികൾ അടക്കമുള്ള സലഫികൾ അടക്കമുള്ള മറ്റ് ഇതര മുസ്ലിം സമുദായത്തിലുള്ളവർ ആരും അതിൽ മെമ്പർമാരല്ല. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട 200 ആൾക്കാർ, 200 ഭൂപ്രഭുക്കന്മാരെന്ന് നമുക്ക് അവരെ പറയാം. അവർ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. അവരുടെ തന്നിഷ്ടമാണ് ഇതിനകത്ത് മുഴുവൻ നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സാധാരണ മുസ്ലിങ്ങൾക്ക് അനുഗുണമാകുക? ഇത് അവരെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാനിതിനെ കാണുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമായൊരു നിയമം. അത് നാളെ ഹിന്ദു സമൂഹത്തിലുണ്ടെങ്കിലും ജനാധിപത്യ വിരുദ്ധത എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കെതിരാണ്. അവിടെ നിങ്ങൾക്ക് മതമില്ല, അല്ലേ?
അപ്പം അത് ഏത് വിഭാഗത്തിലുണ്ടായില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഹിന്ദു വേഴ്സസ് അല്ലെങ്കിൽ ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻ വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ മുസ്ലിംസ് അല്ല, അങ്ങനെയല്ല. വഖഫ് എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമായ ഇടപാടുകളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ അത് ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പം അതിനെ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് മതത്തിൻ്റെ കളർ കൊണ്ടുവരുന്നവരാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുന്നത്. അവിടെ ഒരു കാര്യം ചോദിച്ചോളട്ടെ, ഇപ്പോൾ BJP പ്രവർത്തകർ ഇപ്പം കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശം കഴിഞ്ഞിരിക്കുന്നു, വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമാണ്. അപ്പോൾ അടിത്തട്ടിൽ തന്നെ ഓരോ വീടുകളും കയറിയിറങ്ങി BJP വക്താക്കൾ അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം കേട്ടുകേൾവിയാണ്, എൻ്റെ വാക്കുകളല്ല. ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നമ്മൾ നാളെ ഈ ഭൂമിയിൽ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള നിർണായകമായൊരു കാര്യമാണ് ഈ വഖഫ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളെ ജയിപ്പിക്കൂ എന്ന് പറയുന്നതായി കേൾക്കുന്നു. അപ്പോൾ അവിടെ ഒരു വേർതിരിവിൻ്റെ ഒരു എലമെൻറ്റ് വേണമെങ്കിൽ നമുക്കതിൽ വായിച്ചെടുക്കാം. ഇല്ല, അത് വേർതിരിവിൻ്റെ അല്ല, അത് യാഥാർത്ഥ്യമല്ലേ. അതിനകത്ത് ഇവിടെ വേർതിരിവ് പറയുന്നത്, വേർതിരിവ് കാണിക്കുന്നതാണോ പ്രശ്നം, അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ പ്രശ്നം? ആരാ വേർതിരിവ് സൃഷ്ടിച്ചത്? BJP ഒന്നും ചെയ്യുന്നില്ല, ചൂണ്ടിക്കാണിക്കുകയാണ്. അത്രയേ ഉള്ളൂ. സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ വഖഫ് നിയമം 1954-ലും 95-ലും 2013-ലും നടപ്പാക്കിയതും അമെൻമെൻറ്റ് ചെയ്തതും ആരാ? BJP-യാ? അല്ലല്ലോ. ഇതിവിടെ ജനാധിപത്യ വിരുദ്ധമായി ഇങ്ങനൊരു നിയമം ഈ രാജ്യത്ത് നിലനിൽക്കുന്നു. അതിൻ്റെ കാഷ്വാലിറ്റീസ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും കൊഹിമ മുതൽ കച്ച് വരെയുമുള്ള ജനങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ജനാധിപത്യ അവകാശം ഞങ്ങൾക്കില്ലേ? പാലക്കാട് അതാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതല്ലേ ജനാധിപത്യത്തിൽ. ഞാൻ ചോദിക്കുന്നത്, ലക്ഷദ്വീപിൽ ഏതോ തെങ്ങിന് പെയിൻ്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കേരളത്തിലുണ്ടാക്കിയ പുകില്? എന്താണ് കേരളവും ലക്ഷദ്വീപുമായിട്ട് അങ്ങനെ പറഞ്ഞാൽ ബന്ധം? എടാ, മുനമ്പത്ത് കിടക്കുന്ന ആൾക്കാരുടെ കണ്ണുനീര് കാണാൻ ആരുമില്ല, തളിപ്പറമ്പിലെ ജനങ്ങളുടെ കണ്ണുനീര് കാണാൻ ആരുമില്ല. ലക്ഷദ്വീപിൽ തെങ്ങിന് പെയിൻ്റ് അടിച്ചതായിരുന്നു ഇവിടുത്തെ ഇഷ്യൂ. അപ്പം അത് ചെയ്യുന്നവർക്ക് മതത്തെ അവർക്ക് ഉപയോഗിക്കാം. നിങ്ങൾ മതത്തിൻ്റെ പരിചയം ഉപയോഗിച്ചുകൊണ്ട് എന്ത് തെമ്മാടുത്തരോ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് തെമ്മാടുത്തമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഗീയവാദിയാകും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പട്ടം ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. മനസ്സിലായി. ഞങ്ങൾ നിൽക്കുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എത്രയോ കാലമായി നിങ്ങൾ വർഗീയവാദികളെന്ന് വിളിച്ചോളൂ. ഞാൻ പറഞ്ഞില്ല നമ്മളുടെ നിലയിൽ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ വാര്യർ വിഷയത്തിനും പറഞ്ഞത്, ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് സത്യമാണ് എന്ന് വന്നാൽ ഞങ്ങൾക്ക് ആര് പറഞ്ഞാലും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. കാര്യം ഞങ്ങൾ സത്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. പക്ഷെ അത് സത്യവിരുദ്ധമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ മാറാൻ തയ്യാറാണ്. അതുതന്നെ ഞാൻ വീണ്ടും ആ വിഷയത്തിൽ ചോദിക്കുന്നത്, എന്താണ് BJP അയാളോട് ചെയ്തത്? അല്ലെ, എന്തിനു വേണ്ടിയിട്ട് എന്നോട് ഇന്നത് ചെയ്തു, അധാർമികമായി ഇന്നത് ചെയ്തത് കൊണ്ട്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കും, ഇപ്പോൾ ഒരാളൊരു രാഷ്ട്രീയം മാറുമ്പോൾ ഇപ്പോൾ അയാൾ വേണമെങ്കിൽ പറയാം, വഖഫ് നിയമത്തിൽ BJP ഭേദഗതി കൊണ്ടുവരുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാൻ പാർട്ടി വിടുന്നു. അന്തസ്സായ നിലപാടാണ്. CAA നടപ്പാക്കാൻ BJP ശ്രമിക്കുന്നു, അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഞാൻ പാർട്ടിയിൽ നിന്നും മാറുന്നു, അന്തസ്സാണ്. ഇപ്പോൾ നമ്മളുടെ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസ് വിട്ടത്? ഷാബാനു കേസിനെതിരായ വിധിയിൽ രാജീവ് ഗാന്ധി നിയമനിർമ്മാണം നടപ്പാക്കിയപ്പോൾ അതിനോട് കലഹിച്ചാണ് അദ്ദേഹം വിട്ടത്. അതൊരു പോളിസി മാറ്ററാണ്. അതല്ലാതെ എനിക്ക് സീറ്റ് കിട്ടിയില്ല, എൻ്റെ അമ്മ മരിച്ചപ്പോൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് പാർട്ടി വിട്ടതിന് ശേഷം നിങ്ങൾ പാർട്ടി വിട്ടുകൊള്ളൂ. അതിനുശേഷം BJP നടത്തുന്നതെല്ലാം അങ്ങ് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാനൊന്നും പറ്റില്ല. അതില്ല, അത് കയ്യിൽ വെച്ചാൽ മതി. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് സംശയത്തിൻ്റെ മുള പൊട്ടുന്നത്. മനസ്സിലായി. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഇന്നലെ വരെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത് വിളിച്ചു പറഞ്ഞത്? അപ്പോൾ ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടല്ലേ BJP-യിലും പ്രവർത്തിച്ചത്? ആ അച്ചാരം വാങ്ങിയിട്ടായിരിക്കും മറുകണ്ടം ചാടിയിട്ടുണ്ടാവുക. ആരാണെന്ന് തുറന്നു പറയാൻ അതാ ഞാൻ പറഞ്ഞത്, അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഇയാൾക്ക് പണം എത്തിച്ചു കൊടുത്തത്? ഇയാൾ ആർക്ക് വേണ്ടി? BJP-യിൽ നിന്നപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിച്ചതിനാണ് അദ്ദേഹത്തിന് നടപടി എടുത്തു എന്നൊക്കെ ഒരു വാചകം ഞാൻ കണ്ടു. അയാൾ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു സംസാരിച്ചത്? താങ്കളുടെ വാക്കുകൾ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് അയാൾക്ക് കാശ് എത്തിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ വാര്യർക്ക് കാശ് കിട്ടിയിട്ടാണ് വാര്യർ കൂറുമാറിയത് എന്ന് താങ്കൾക്ക് ഉറപ്പാണ്? അല്ലാതെ എങ്ങനെയാണ് സാർ ഇത് ചെയ്യാൻ? അതാ ഞാൻ ചോദിച്ചത്. അതല്ലാതെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്. അല്ല എങ്കിലും ഒരു പോളിസി മാറ്റർ വേണം, ചൂണ്ടിക്കാണിക്കാൻ ഒരു സോളിഡ് റീസൺ. പാർട്ടി മാറിയാൽ ഞങ്ങൾ ആരും സംശയിക്കില്ല. എന്ത് റീസണാണുള്ളത് നിങ്ങൾ പാർട്ടി മാറിയതിന്? മനസ്സിലായി. അതാ പറയുന്നത്, BJP-യുടെ ഐഡിയോളജിയിൽ ഇന്ന വിഷയമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പാർട്ടി മാറൂ. അല്ല, പാർട്ടി മാറി അപ്പുറത്ത് ചെന്നിട്ട് നരേന്ദ്രമോദിയെ തെരുവ് വിളിക്കുന്നതല്ല മാന്യത. ഇവിടെ നിന്നിട്ട് പറയൂ, നിങ്ങളുടെ ഈ നയത്തിൽ നിലപാടിൽ പ്രതിഷേധിച്ച് കലഹിച്ചു, ഞാൻ രാഷ്ട്രീയം വിടുന്നു, BJP രാഷ്ട്രീയം വിട്ടു, നിങ്ങൾക്ക് എവിടെയും ചേക്കാറാം, SDP-യുടെ കൂടെ പൊക്കോ. അപ്പം ആ പോളിസി അംഗീകരിക്കുന്ന നിലപാടുകളിലേക്കല്ലേ പോയത്? അത് പോയിക്കോ, ഞങ്ങൾക്കൊരു വിഷയമില്ല. പക്ഷേ പറയണം. അതല്ലാതെ എന്തോ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാതിരിക്കാനുള്ള മണ്ടന്മാരൊന്നും അല്ലല്ലോ ഈ പാർട്ടിയിലുള്ളത്. ഞങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഞങ്ങളും ഈ രാജ്യത്ത് തന്നെ ജീവിക്കുന്നവരാണല്ലോ.
ആർക്കാരുമായിട്ടായിരുന്നു കൂറെന്നും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി നിന്നപ്പോഴും സംസാരിച്ചിട്ടുള്ളതെന്നും ഞങ്ങൾക്കറിയാം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമുള്ള എടുത്തു നോക്കൂ. വ്യക്തിപരമായുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മനസ്സിലായി. അപ്പോൾ ഇത് ഒരു കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആദ്യ ഘട്ടം മുതൽ തന്നെ BJPക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് പടലപ്പിണക്കം പോലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തിരിവ് പോലെ പലവിധ പ്രശ്നങ്ങൾ കേട്ടിരുന്നു. ആ ഒരു പ്രചാരണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലും ചെറിയ ചെറിയ ഉരസലുകൾ പലയിടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഈ വാര്യർ മറുകണ്ഠം ചാടിയതിനു ശേഷം വല്ലാത്തൊരു ഐക്യം BJPക്കുള്ളിൽ വന്നിട്ടുണ്ടെന്നുള്ളതും RSSൻ്റെ മെഷീനറികളെല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. ബിക്കോസ് എന്ത് വില കൊടുത്തും പാലക്കാട് ജയിച്ചേ പറ്റൂ. ഇന്നലെ വരെ വെറും ഒരു തീരുമാനം മാത്രമായിരുന്നു, ഇന്നതൊരു വാശിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് BJP പ്രവർത്തകർ ഒരുമിച്ച് ഇറങ്ങിയെന്നും അതിന് പിന്നിൽ എന്താ പറയുക, അതിനെ തുടർന്നൊരു ഐക്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ വരുന്നു. ശരിയാണോ? അല്ല, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ സ്വാഭാവികമല്ലേ, പ്രവർത്തകർക്ക് വാശി ഉണ്ടാവില്ല. കാര്യം നമ്മുടെ കൂടെ നിന്ന് നമ്മളുടെ കാലെ ചവിട്ടി പോകുമ്പോൾ അവർക്കൊരു വാശിയൊക്കെ ഉണ്ടാവും. അതൊരു മനുഷ്യ സഹജമാണ്. അതിന് സംഘടനാ തീരുമാനമൊന്നും വേണ്ടല്ലോ. അതിന് നമ്മൾ സംഘടന എന്ന നിലയിൽ അന്നും ഇന്നും നമ്മൾ ഒരേ പേസിലും ഒരേ ആവേശത്തിലുമാണ് നമ്മുടെ പ്രവർത്തനം. പക്ഷേ വ്യക്തികൾക്ക് ആവേശം കൂടുതലും കുറവുകളൊക്കെ ഉണ്ടാകും. അത് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അവരെ സ്വാധീനിക്കാം. മനസ്സിലായി. കാര്യം ഞങ്ങൾ ഇന്നലെ വരെ വിശ്വസിച്ചു നിന്ന ആൾ ഞങ്ങളുടെ ആളായിരുന്നില്ല എന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മനോവേദനയാണ് വാശിയായിട്ട് മാറുക. അത് നാച്ചുറൽ അല്ലേ? മനസ്സിലായി. ആർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി? അയാൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒറ്റുകാരനാണ് എന്നും പറയുന്നു. അല്ല, ഞാൻ പറഞ്ഞ അണികൾക്ക് അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ, താങ്കൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? അല്ല, ഞാനതാ പറഞ്ഞ സമൂഹത്തിന് അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ ഇപ്പുറത്ത് മറ്റൊരു കാരണം ചൂണ്ടിക്കാണിക്കണ്ടേ? അവിടെയാണ് വിഷയം. നിങ്ങൾ എന്തിനു പോയി എന്നുള്ള ചോദ്യം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് പോയത്? സീറ്റ് കിട്ടാത്തതുകൊണ്ടാണോ പോയത്? അമ്മയുടെ സംസ്കാര ചടങ്ങിൽ വരാത്തതുകൊണ്ടാണോ പോയത്? മനസ്സിലായി. എന്തിനാണ് പോയത്? ഇദ്ദേഹം ഒരു നിലപാടെടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു തീരുമാനം എടുത്ത് പോയി. അതിനുശേഷം നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണല്ലോ, അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്തേ വാര്യർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് താങ്കൾ ചോദിച്ചു. അതിനുശേഷം ബന്ധപ്പെടേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ. ഇല്ല. എന്തിനാണ്? അല്ല, ഒരു സൗഹൃദത്തിന്റെ പേരിലെങ്കിലും ചോദിച്ചു. പിന്നെ സൗഹൃദം, ഞങ്ങളൊക്കെ വെറുപ്പിന്റെ രാഷ്ട്രീയക്കാരും അയാൾ മാന്യനല്ലേ? അപ്പോൾ പിന്നെ അയാളെ സംസാരിക്കേണ്ട കാര്യം അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് ആവശ്യം? മനസ്സിലായി. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു. ഈ ഘട്ടത്തിൽ താങ്കൾക്ക് വാര്യരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. പുകഞ്ഞുള്ള പുറത്ത് അല്ല, അങ്ങനെയല്ല സാർ. അയാളല്ലേ പുകഞ്ഞു പോയി. ഞങ്ങളാരും പോച്ച് കുറച്ച് കാണിച്ചല്ലോ, സ്വയം പുകഞ്ഞു പോയതാണ്. ഞങ്ങളാരും പറയണില്ലല്ലോ. ഞാൻ അതാ പറഞ്ഞു, ഞങ്ങളെ ശത്രുപക്ഷം നിർത്തിയിട്ടല്ലേ പോയത്. പക്ഷെ ഇന്നലെ വരെ കൂടെ നിന്ന് ഏകോദര സഹോദരങ്ങളെ പോലെയെന്ന് ഞങ്ങൾ വിശ്വസിച്ച ആൾക്കാർ, ഞാനതാ വീണ്ടും ആവർത്തിക്കുന്നു, ഇരുട്ടി വെളുക്കുക പോലും ചെയ്തില്ല. അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ വെറുപ്പുകാരും അയാൾ സ്നേഹത്തിൻ്റെ ആളുമായി മാറിയില്ലേ? എങ്ങനെ മാറി? മനസ്സിലായി. ഞാൻ അതിൻ്റെ പിന്നിലെ ഇന്ധനം എന്താ? അതിനിയും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അല്ല, അത് വന്നുകൊള്ളും സാർ. അതിൻ്റെ പിന്നിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതിന് മലയാളത്തിൻ്റെ സിനിമാ മേഖലയുമായി അതിന് ബന്ധമുണ്ട്. നമ്മൾ ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന് വിളിക്കുന്ന കേരളത്തിൻ്റെ ഒരു പ്രത്യേക പ്രത്യേക സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന മലയാള സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയയുടെ സ്വാധീനം ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ തെളിയിക്കട്ടെ. മട്ടാഞ്ചേരി മാഫിയും സന്ദീപ് വാര്യറും തമ്മിൽ എന്താണ് ബന്ധം? കാലം തെളിയിക്കട്ടെ. എന്താണ് അദ്ദേഹത്തിന് സിനിമാ മേഖലയുമായി ബന്ധം? സന്ദീപ് വാര്യർക്ക് സിനിമാ മേഖലയിൽ ബന്ധമുണ്ടെന്ന് താങ്കൾ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് അദ്ദേഹം നല്ല, കാരണം ഇന്നലെ വരെ നമുക്കാർക്കും അറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള കാര്യം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിഷേധിക്കട്ടെ. വാര്യർ നിഷേധിക്കണം. എനിക്ക് വാര്യർ നിഷേധിക്കണമെന്ന് ഞാൻ അങ്ങനെ അയാളോട് ഞാൻ പറഞ്ഞില്ല. എനിക്കങ്ങനെ അയാളോട് വ്യക്തിപരം എനിക്കൊന്നും പറയാനില്ലല്ലോ. മനസ്സിലായി. അവസാനമായിട്ട് ഞാൻ പൊതുസമൂഹത്തിന് മുൻപാകെയാണ് വെച്ചത്. താങ്കളുടെ വാക്കുകൾ, മലയാള സിനിമയിലെ ആൾക്കാർ ഇയാളുടെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? മലയാള സിനിമയിലെ ഞാൻ ഈ പറഞ്ഞ വിഭാഗവും ഇയാളും തമ്മിൽ എന്തെങ്കിലും നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നോ? അവർക്ക് വേണ്ടി ഇയാൾ പലയിടങ്ങളിലും ഇടപെട്ടിട്ടുണ്ടോ? പല നിലപാടുകളും അവർക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളല്ലേ. ഇതൊക്കെ വരും. ഇലക്ഷന് ശേഷം എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ പ്രതീക്ഷിക്കാവോ? അങ്ങനെ മാത്രം എന്ത് വെളിപ്പെടുത്താൻ? അല്ല, ഈ മട്ടാഞ്ചേരി മാഫിയ സിനിമ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ തെളിയിക്കുക വലിയ വെളിപ്പെടുത്തലുകളാണ്. അല്ല, ആ വെളിപ്പെടുത്തലൊക്കെ എന്താണ് പറഞ്ഞത്, കാലം ഉരുത്തിരിഞ്ഞ് വരുമല്ലോ. മനസ്സിലായി. ഇപ്പൊ താങ്കൾ വെയിറ്റ് ആൻഡ് സീ. പോയിന്റ് ക്ലിയർ ആണ്. ഇപ്പോൾ താങ്കൾക്ക് വാര്യറോട് ഒന്നും പറയാനില്ല, അദ്ദേഹം പോയി. അത് ഒരു അടഞ്ഞ അധ്യായമാണ് വാര്യർ. ഞാൻ അങ്ങനെ അടഞ്ഞ അധ്യായം ആ രീതിയിലല്ല പറഞ്ഞത്. ഞങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി ഞങ്ങളൊക്കെ വെറുപ്പിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നവരോട് ഞങ്ങൾ എന്ത് സംസാരിക്കാൻ? മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളല്ല, നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ഫാസിസം ആരോപിക്കുമ്പോൾ, അല്ല പണ്ട് മണിച്ചിത്രത്താഴി പറയുന്ന യഥാർത്ഥ മനോരോഗി മാടമ്പള്ളിയിലെ മനോരോഗി മറ്റുള്ളവരിലേക്ക് ആരോപിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞ അവസ്ഥ. ഞങ്ങളിലേക്ക് ഫാസിസം ആരോപിക്കപ്പെടുകയാണ്. മനസ്സിലായി. ആരാണ് ഈ പറഞ്ഞ ആൾക്കാർ?
നമ്മൾ കണ്ടല്ലോ, ഒരാൾ പാർട്ടി മാറിയപ്പോൾ അയാൾക്ക് ഒരു ഷെയ്ഖാൻ്റെ കൊടുക്കാൻ പോലും തയ്യാറാകാത്തവരാണ് സ്നേഹത്തിൻ്റെ കട നടത്തുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറയും, ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കി രാജ്യത്തെ ചെറുപ്പക്കാരെ മുഴുവൻ പീഡിപ്പിച്ചവരാണ് സ്നേഹത്തിൻ്റെ കട നടത്തുന്നത്, അല്ലേ? ഒരാൾ എന്താണ് പറയുക, വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞിട്ട് 10,000-കണക്കിന് മനുഷ്യരെ കൂട്ടക്കുരി നടത്തിയവരാണ് സ്നേഹത്തിൻ്റെ കട തുറക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ കടയൊക്കെ അവിടെ ഇരിക്കും. പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ എന്തായാലും വാര്യരോട് താങ്കൾക്കൊന്നും സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. പക്ഷേ പാലക്കാട്ടെ വോട്ടർമാരോട് ഒരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, പാലക്കാട്ടെ എന്താണ് പറയുന്നത്, പ്രബുദ്ധരായ ജനങ്ങളോട് നമ്മൾ വെളിയിൽ നിന്നും പറയണം. അവരിതൊക്കെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. നമ്മൾ ആത്യന്തികമായി ജനങ്ങളോട് സംവദിക്കുമ്പോൾ സത്യം മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ അവർക്ക് ഒരു ഉപദേശവും കൊടുക്കണ്ട. അങ്ങനെ രാഷ്ട്രീയക്കാരുടെ ഉപദേശമൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ല. ഞാനത് പണ്ട് നെഹ്റു പറഞ്ഞ ഒരു പോയിന്റിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയക്കാരൻ്റെ പരമമായ കർത്തവ്യം ടു എഡ്യൂക്കേറ്റ് പീപ്പിളാണ്. കാര്യം രാഷ്ട്രീയക്കാർക്ക് അവർ അധികാരവുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ചില വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ സത്യാസത്യങ്ങൾ വിളിച്ചു പറയും. ലെറ്റ് ദം ഡിസൈഡ്. അതാണ്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യങ്ങൾ. ഈ നമ്മളുടെ പബ്ലിക് ഡൊമൈനിലുള്ള ഓരോ അഭിപ്രായ പ്രകടനങ്ങൾ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ളത്, എന്താ പറയുന്നത്, ഒന്നിനോട് ഒന്ന് ചേർന്ന് നിൽക്കാത്തത് തുടങ്ങിയിട്ടുള്ള ഇന്നലെ വരെയുള്ള നിലപാടിന് ഘടകവിരുദ്ധമായത്, ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ചെന്ന് കയറിയ പാളയത്തിൽ ഇതേ ആത്മാർത്ഥ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് അവിടെ നിന്ന് ആത്മാർത്ഥ പ്രതിഷ്ഠിക്കുന്നത്? ഇന്നിപ്പോൾ ക്യാമറകളുള്ളത് കൊണ്ട് ക്യാമറകളെ നോക്കി ചിരിക്കാൻ, കൈപിടിച്ച് കുലുക്കാൻ, കൈപിടിച്ച് ഉയർത്താൻ ഒക്കെ ഇടിച്ചു നിൽക്കും. ഇത് നാളെ എടുക്കാച്ചരക്കായി മാറും, എടുക്കാത്ത നാണയമായി മാറുമെന്ന കാര്യം ഉറപ്പല്ലേ? അവരെ ഉപേക്ഷിച്ച് പോകുന്നില്ല, എന്താ ഉറപ്പ്? അന്നും പറയില്ലേ, ഞാൻ സ്നേഹത്തിൻ്റെ കട എന്ന് പറഞ്ഞ് എൻ്റെ അഭിപ്രായമൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞ് വേറൊരിടത്തേക്ക് പോയാൽ? മനസ്സിലായി. അതുകൊണ്ട് നമ്മൾക്കതൊക്കെ ഒരു മനുഷ്യൻ്റെ നിലപാടുകളാണ്. മനസ്സിലായി. ആ നിലപാടുകൾക്ക് ഞാൻ ഉറപ്പിച്ച് നാട്ടിലെ കോൺഗ്രസ്സുകാരോട് പറയുന്നു, ഇതൊരു എടുക്കാച്ചരക്കായിട്ട് നിങ്ങൾക്ക് മാറും. ഇതെടുക്കാത്ത നാണയമാണ്. ഈ നാണയമൊന്നും ഒരു കടയിലും എടുക്കാൻ പോകുന്നില്ല. നിങ്ങളത് സ്നേഹത്തിൻ്റെ കട തുറന്നാലും അനുതാപത്തിൻ്റെ കട തുറന്നാലും സഹതാപത്തിൻ്റെ കട തുറന്നാലും ഈ നാണയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. പോയിന്റ് ക്ലിയർ ആണ്. ഏതായാലും ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്, പാലക്കാട്ടെ വോട്ടർമാർ എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അവർ തീരുമാനിക്കട്ടെ. നന്ദി. താങ്ക് യു.